എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് എന്റെ ചേനച്ചെടിയുടെ അടുത്താണ്. അപ്പൊ 2 മാസം മുമ്പാണ് ചേന നമ്മ ചാക്കിലൊക്കെ നട്ടത്. നമ്മ നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നട്ടത്. ഇപ്പൊ ആ ചേന വളർന്ന് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ചേന നമ്മ ചാക്കിൽ നട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേന കണ്ട നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. പിന്നെ ഇത് വിളവെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മ താഴെയൊക്കെ ചേന നടുമ്പാന്ന് വെച്ച് കഴിഞ്ഞാല് തണ്ട കഴുകി പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റൂല. ചേന പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോ നമുക്ക് ഈ ചാക്ക് ഇങ്ങോട്ട് കൊടഞ്ഞിട്ട് കഴിഞ്ഞാല് നമുക്ക് ചേന എളുപ്പത്തിൽ വിളവെടുക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പൊ 2 തണ്ടൊക്കെ ആയിട്ടാ വന്നേക്കണ കണ്ട. അപ്പൊ നമുക്ക് ഇതില് ഒരെണ്ണം നിർത്തിയാ മതി. ഒരെണ്ണം നമുക്ക് 2 നിർത്തണമെങ്കിൽ നിർത്താം. അതിൽ 2 ചേനയായിട്ട് വരും. അപ്പൊ ആ ചേനക്ക് വലിപ്പം കുറയും. ഇപ്പൊ നമുക്ക് വലിപ്പമുള്ള ചേനയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മ ഇതിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റണത് നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലാണ്ട് ചേനത്തണ്ടും ചേനയിലേക്കാം. വെളുപ്പത്തിലാവുമ്പോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ ചേനത്തണ്ടിനൊക്കെ. അപ്പൊ നമുക്ക് 2 നിർത്തണമെങ്കിൽ നിർത്താം. ചെറിയ ചേനയൊക്കെയാണ് ഇപ്പൊ നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഈ 2 തണ്ടും നമുക്ക് നിർത്താം. പിന്നെ ഈ സമയത്താണ് ചേനയുടെ ഇലയമേല് ഒരു പുഴു വന്നത്. പുഴു വന്നു കഴിഞ്ഞാല് മൊത്തത്തിൽ ഈ ചേനയുടെ ഇലയൊക്കെ തിന്ന് തീർക്കും. പിന്നെ ചേനയുടെ വളർച്ചയൊക്കെ പോവും. അപ്പൊ നമ്മ പുഴു വന്നിട്ടല്ല, പുഴു വന്നതിന് മുമ്പ് തന്നെ ഇല വിരിഞ്ഞ് വരുമ്പോ തന്നെ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ചേനയുടെ ഇലയമേലൊന്നും പുഴു വരെയുമില്ല. പിന്നെ നമുക്ക് ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ചേന നല്ല വളർച്ചയോടുകൂടെ വരികയും ചെയ്യും. നമുക്ക് ഇനിയിപ്പോ തൽക്കാലം നമുക്ക് ഇനിയിപ്പോ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മ വളമൊക്കെ ഇട്ട് കൊടുത്താൽ അത് കണ്ട നമ്മ അത്യാവശ്യം നല്ല വളമൊക്കെ ഇട്ട് തന്നെയാണ് നമ്മ ചേന നട്ടേക്കണത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു മാസം കഴിയുമ്പോ കുറച്ച് വളവും മണ്ണൊക്കെ ഇട്ട് ചാക്ക് നമുക്ക് ഫില്ലാക്കി കൊടുത്താൽ മതി. പിന്നെ വേറെ ഒരു പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും ഒന്നും ചേനയുടെ ചെടിക്ക് ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ചേന. നമ്മുടെ വീട്ടിലുണ്ടാക്കണ ചേന എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പുഴുങ്ങി കഴിക്കാം. നമുക്ക് പായസം വരെ ഉണ്ടാക്കാം ചേന വെച്ചിട്ട്. അപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ ചേന പോലെ അല്ല നമ്മുടെ വീട്ടിലത്തെ ചേന. അപ്പൊ ചേന വിളവെടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചേനയുടെ ഇലയൊക്കെ അഴുകി തണ്ടൊക്കെ മഞ്ഞച്ച് അഴുകി പോകുമ്പോ നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചെടിച്ചട്ടിയിൽ വരെയും ചേന നടാട്ടാ. ടെറസിലൊക്കെ വെക്കണവർക്ക് ഗ്രോ ബാഗിൽ വരെയും ചേന നമുക്ക് നടാം. നമുക്ക് നമ്മ നടണതിന്റെ അനുസരിച്ച് മാത്രം ഉണ്ടാവും ഗ്രോ ബാഗിൽ. ആ ഗ്രോ ബാഗിന്റെ വലിപ്പത്തിൽ ചേന വളരും. അപ്പൊ അതിനനുസരിച്ചുള്ള ചേന പീസ് നമുക്ക് നട്ടാൽ മതി. നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നടാം. വെള്ളക്കെട്ടില്ലാത്ത ഏത് സ്ഥലത്തും നമുക്ക് താഴെ നട്ടുകൊടുക്കാം. ചാക്കിലാവുമ്പോ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. ചാക്കിന് വലിയ ചെലവൊന്നുമില്ല. അപ്പൊ നമുക്ക് സിമെന്റ് ചാക്കിലോ ഏത് ചാക്കി വേണമെങ്കിലും ചേന നമുക്ക് നട്ടുകൊടുക്കാം. നമ്മുടെ തണലുള്ള സ്ഥലം മതി ചേനക്ക്. നല്ല വെയിലുള്ള സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ മരങ്ങളുടെ അടിയിൽ എവിടെ വേണമെങ്കിലും ഒക്കെ വെക്ക ചേന. അതാണ് ഒരു പ്രത്യേകത. ചേനക്ക് വലിയ സൂര്യപ്രകാശം ഒന്നും വേണമെന്നില്ല. അപ്പൊ നമുക്ക് ഇനി ബിവേറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ട ഇലക്ക് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ പുഴുക്കളൊന്നും ആക്രമിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ ആക്രമിച്ച് തുടങ്ങിയതിന് ശേഷമല്ല നമ്മ സ്പ്രേ ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇപ്പൊ എല്ലാവരും ചേനയൊക്കെ നട്ടിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ടാവും എല്ലാവരും ചേനകളൊക്കെ. അപ്പൊ എല്ലാവരും ഇപ്പൊ ബിവേറിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് ബിവേറിയ കണ്ട. ബിവേറിയ നമുക്ക് വളക്കടകളിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ബിവേറിയ പുഴുക്കൾക്കൊക്കെ നല്ലതാണ്. ഈ കീടങ്ങൾക്കും പുഴുക്കൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ബിവേറിയ. എല്ലാവരും ഈ പുഴുക്കളും കീടങ്ങളും വന്ന ശേഷമൊക്കെ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോ നമുക്ക് കുറെ പ്രാവശ്യം സ്പ്രേ ചെയ്ത് എപ്പോഴും വരുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പൊ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മ സ്പ്രേ ചെയ്യണ്ട. ഇലതീനി പുഴുക്കള് ഇപ്പൊ ഇലയുടെയൊക്കെ ചേനയുടെയൊക്കെ ഇലതീനി പുഴുക്കള് വണ്ടുകള് നീരിട്ടി കുടിക്കണ കീടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നൊരു മിത്ര കുമിളാണ് ഈ ബിവേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്കിത് വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പുതിയത് നമ്മ ഡേറ്റ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് പ്രധാനമാണ് ഇതിന്. നമ്മ പുതിയതൊക്കെ ആണെങ്കിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫലപ്രദം ആവുള്ളൂ. നമ്മ ഡേറ്റ് ഒക്കെ തീരാനായത് മേടിച്ചു കഴിഞ്ഞാല് നമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അതിന് ഫലം കിട്ടൂല.
അപ്പൊ ബിവേറിയ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു 10 ലിറ്റർ വെള്ളമാണ് ഇട്ടേക്കണത്. 10 ലിറ്റർ ആകുമ്പോ നമുക്കൊരു 200 ഗ്രാം ബിവേറിയ ഇടണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് അരിച്ച് വേണോട്ടെ നമ്മ സ്പ്രേയറിൽ ഒഴിക്കാനായിട്ട്. അപ്പൊ ഇത് പവർ സ്പ്രേയർ ആണ് കേട്ടാ. ഇതിപ്പോ നമ്മ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എയർ ഒന്നും അടിക്കേണ്ടി വരൂല. അപ്പൊ കണ്ട നന്നായിട്ട് അരിക്കാണ്. ഇതില് 2 അരിപ്പാണ്. ഇതിന്റെ ഉള്ളിലും ഒരരിപ്പുണ്ട്. അത് കൂടാണ്ട് കണ്ട നമ്മ വേറൊരു അരിപ്പയും കൂടെ വെച്ച് നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മ എന്തും സ്പ്രേ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സ്പ്രേയർ കംപ്ലൈന്റ് ഒക്കെ വരും. ഇതേപോലെ നന്നായിട്ട് വിവേറിയയിലും പിന്നെ വെള്ളത്തിലൊക്കെ എന്തായാലും കരടൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതും നമ്മ ഉപയോഗിക്കണേക്ക് മുമ്പ് നന്നായിട്ട് അരിക്കണം. സ്പ്രേയറിൽ കൂടെ സ്പ്രേ ചെയ്യുമ്പോ അടിഭാഗം നമുക്ക് വല്ല ചെടികൾക്ക് ഒഴിച്ചാൽ മതി. ഈ ചെടികളുടെ തടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൽ സ്വിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്പ്രേ ചെയ്യാം. കണ്ട നമുക്ക് വെറുതെ സ്വിച്ച് ഇട്ടാൽ മതി. നമുക്കിത് ഈ സ്പ്രേയർ ആകുമ്പോ നമുക്ക് എത്ര ഉയരത്തിൽ വരെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. നമുക്ക് ഇലകളുമ്മലും ഇതിന്റെ തണ്ടുമ്മലും തണ്ട് തുരപ്പുമ്പോഴും ഒക്കെ വരും സാധാരണ ചേനക്ക്. അപ്പൊ നമുക്ക് ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇലയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യണ രൂപത്തിൽ കണ്ട ഇതേപോലെ സ്പ്രേ ചെയ്യാം. നമുക്ക് കൂടുതൽ കൃഷിയുള്ളവർക്കൊക്കെ ഈ ഒരു സ്പ്രേയർ നല്ലതാണ് കേട്ടാ. കാരണം നമ്മ എയറൊന്നും അടിക്കേണ്ട. നമുക്ക് 16 ലിറ്ററാണിത്. നമുക്ക് ഒരുപാട് ചെടികൾക്ക് അടിക്കാം. അപ്പൊ ഇങ്ങനത്തെ സ്പ്രേയർ മേടിച്ചു വെക്കണം, നല്ലതാണ്. മറ്റേ സ്പ്രേയർ എന്ന് വെച്ചാൽ നമ്മ ഇങ്ങനെ എയർ അടിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴെപ്പോഴും എയർ അടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇത്ര പവറിൽ നമുക്ക് കിട്ടുകയുമില്ല. ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ സ്പ്രേയർ ഒക്കെ മേടിച്ചു വെക്കണം, നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഉയരത്തിലൊക്കെ അടിക്കാണ്ട് ഇതേപോലെ നമുക്ക് വലിയ ഉയരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റിന് കണ്ട ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ഒരു സ്പ്രേയർ. അപ്പൊ നമുക്ക് ദൂരെ നിന്നൊക്കെ അടിക്കാം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങ സ്പ്രേയറൊക്കെ ഇതേപോലത്തെ മേടിച്ചു വെക്കണം, നല്ലതാണ്. അപ്പൊ ഇതേപോലെ നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പൊ ഈ സമയത്താണ് ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോഴാണ് ഈ പുഴുക്കൾ കൂടണത്. നമ്മ നട്ട ചെടികളൊക്കെ ഇപ്പൊ മുളച്ചിട്ടൊക്കെ ഉണ്ടാവും എല്ലാ ചെടികളും. അപ്പൊ ചേനയൊക്കെ നട്ടേക്കണ എല്ലാവരും തന്നെ ഇപ്പൊ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുഴുക്കളുടെ ശല്യമൊന്നും ഉണ്ടാവൂല. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേന വളരുകയും ചെയ്യും. ചേനക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. പിന്നെ ഒരു മാസം കൂടെ കഴിയുമ്പോ ഒന്നും കൂടെ ബിവേറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പത്തിനിപ്പൊ മഴ തുടങ്ങുമല്ലോ. മഴ ഇല്ലാത്ത ടൈമിൽ വേണം. നമുക്ക് വെയിലുള്ള ദിവസം വേണോട്ടാ ബിവേറിയൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട്. നമ്മ ആ സ്പ്രേ ചെയ്ത് അപ്പൊ തന്നെ മഴ പെയ്യരുത്. ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മഴ പെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മഴ ഉള്ള സമയത്ത് ഇതൊന്നും സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. മഴ ഇല്ലാത്ത ടൈമൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇനി നമുക്ക് ഒരു മാസം കഴിയുമ്പോ നമുക്ക് ഒന്നും കൂടെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൊട്ടാഷോ ബയോ പൊട്ടാഷോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചാക്ക് നമുക്ക് ഫില്ലാക്കി മണ്ണിട്ട് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മ ഇനി വിളവെടുക്കാൻ ചേന വിളവെടുക്കാൻ ചെന്നാൽ മതി. അപ്പൊ എത്രയോ എളുപ്പമാണ് നമുക്ക് ചേന കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വിള തന്നെയാണ് ചേന. അപ്പൊ എല്ലാവരും ചേനയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ചേന നട്ടാല് നമുക്ക് അതിന്റെ ഇലകളെടുത്ത് നമുക്ക് തോരനും കറിയും വെക്കുകയും ചെയ്യാം. ചേന നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ചേന നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.